ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഫ്റ്റർ ലോങ് ടൈം, കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ കണ്ടൻറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ ഒരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മളിപ്പം കുറേ നാളായി ക്ലബിലെ പയ്യന്മാൻസ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് ഒരു ടൈം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം വടുതലയ്ക്കും. അപ്പോൾ ഇവിടെ നിന്ന് കോതമംഗലം പോകണം. അവിടെ ചെന്നിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. കുറച്ച് പയ്യന്മാർ വന്നിട്ടുണ്ട്, പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് കാണാം. ബൈ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങി കോതമംഗലം അടിവാട് എത്തിയിട്ടുണ്ട്. അടിവാട് നമ്മളെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തൊടുപുഴ പോകണം. തൊടുപുഴ ഒരു ടീം കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, രാവിലെ 4 ഫുഡൊന്നും കഴിച്ചില്ല. എല്ലാവരും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. യെസ്, ബിരിയാണി വന്നിട്ടുണ്ട്. മുട്ട വേണ്ടേ നിനക്ക്? ഇപ്പം കോട്ടപ്പാറയിലേക്ക് പോവാണ് ഗൈസ്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് കോട്ടപ്പാറ എന്നാണോ? ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, മണ്ണപ്പുറം കോട്ടപ്പാറ. ആ കുന്നിന്റെ മണ്ണിലെ പോവാ. ഇവിടെ നീ രാത്രി അടക്കാൻ വിളിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കോട്ടപ്പാറ എത്തിയിരിക്കുന്നു ഗായ്സ്. തിരൂരിൽ നിന്ന് ട്രിപ്പ് പോകാൻ വേണ്ടി വന്ന പ്രാന്തനാണ്. എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങനെ കിടന്ന് 182 കിലോമീറ്റർ താണ്ടി വന്ന മഹാനായ വ്യക്തിയാണ്. ഒരു തവണ ട്രിപ്പ് നമ്മളവിടെ കൊണ്ടുപോയതുള്ളൂ അന്വേഷിക്കിന്. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയുള്ള പോക്കിലേക്ക് ചെറിയൊരു കുന്നും മലയും കയറണം. ഓ, വൈബാണ് കേട്ടോ. നൈസാ, കൊട്ടപ്പറ വ്യൂ പോയിന്റ്. സോമരക്കര മുമ്പിൽ പോയി. ഓ ഗായ്സ്, ഇത് നോക്കൂ ഗായ്സ്, അടിപൊളി. ഐ തിങ്ക് തൊടുപുഴ മൂവാറ്റുപുഴ ഫുള്ള് ഇവിടെ നിന്ന് കാണാം ഗായ്സ്. അവരവിടെ വിഷ്വൽ ബ്യൂട്ടി, നേച്ചറിൻ്റെ ബ്യൂട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ തന്നെ കേട്ടോ, രക്ഷയില്ല. ഇത് റെക്കോർഡ് ചെയ്യാനാണോ എക്സ്പെക്ടേഷൻ? കൊണ്ടുവന്നവൻ ഞാനോട്ടെ. എല്ലാരും ഇവിടെ നോക്കൂ, ഇത് കണ്ട് ആസ്വദിക്കൂ. എന്താ കോതമംഗലത്തിലെ കോഴിയാണ്. അതേ കണ്ടു. അപ്പോൾ ഗായ്സ്, കോട്ടപ്പാറയ്ക്ക് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ തൊടുപുഴയിലേക്ക് പോവുകയാണ് ഗായ്സ്. അവിടെ നിന്ന് ഒരു ഗ്യാങ് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഗായ്സ്. നമ്മളിപ്പം തൊടുപുഴ ചാൾസേട്ടൻ്റെ വീട്ടിലാണ്. ഇനി ഇവിടെ നമ്മളെ യാത്ര പോകുന്നേ ഗായ്സ്. നോക്കൂ, ഇത് നമ്മളെ വണ്ടി.
ലാഡ്സിൻ്റെ വണ്ടി, ഷഹലിൻ്റെ വണ്ടി, ചാൾസേട്ടൻ്റെ വീട്. അപ്പം ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മളൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കൈതപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വൺ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെ രാത്രിത്തെ ഫുഡ് എങ്ങനെ ഒരു മണിക്കൂർ മിനിമം വേണം. അവിടെ ചെന്ന് മഴയാണെങ്കിൽ ഭയങ്കര പ്ലാൻ. അതെനിക്കാ അതെനിക്ക് നമ്മളപ്പം കൈതപ്പാറയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിയും. 7 മണിയാകുമ്പോൾ പോകണം. ചില എല്ലാവരും സെറ്റാണ്. ഇനി ഒരു ചെറിയൊരു ഓഫ് റോഡ് ആന ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പോകുമ്പോൾ അറിയാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെക്ക് പോസ്റ്റിന് പെർമിഷനൊക്കെ എടുത്ത് ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പം വണ്ടി പുറത്ത് വന്നു. എവിടെ ഗൈസ് നമ്മളിപ്പം കൈതപ്പാറയിലോട്ട് പോകാം. അപ്പം ഗൈസ് ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള യാത്ര ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു നൈറ്റ് റൈഡ് ഫോറസ്റ്റിനുള്ളിൽ ഡീപ്പ് കാടിനുള്ളിലുള്ള യാത്ര. ഒരു എത്തും പിടിയില്ല. രാവിലെ ആകുമ്പോഴേ വെളിച്ചോ വെട്ടമൊക്കെ വിട്ടത്തുള്ളൂ. എവിടെയെങ്കിലും വെച്ചാൽ പുഴ പോലും കണ്ടില്ല ഞാൻ. പുഴയ്ക്ക് അപ്പുറത്തെ സൈഡിലൊരു ബൈക്കറിൽ ലൈറ്റ് അടിച്ചിട്ട് എനിക്ക് കണ്ണും കാണാൻ വയ്യ ഈശ്വര. അപ്പൊ തിരക്കാം. സെറ്റാണ് കേട്ടോ, പൊളി വൈബ്. നാല് വണ്ടിയുണ്ട്. എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്? അപ്പം ഗൈസ് നമ്മൾ കുറച്ച് ഓഫ് റോഡൊക്കെ കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, കൈതപ്പാറ. അപ്പം രാത്രി കൊണ്ട് വിഷ്വൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. രാവിലെ കാണാം നമുക്ക് വിഷ്വൽസൊക്കെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വിഷ്വൽ കഴിഞ്ഞിട്ടുണ്ട്, രാത്രിത്തെ വിഷ്വൽ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്.